ഹലോ ഗ്രേബിഡിയൻസിലേക്ക് സ്വാഗതം. ഓണച്ചിത്രങ്ങൾ 13 ദിനങ്ങൾ പിന്നിടുകയാണ്. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം, കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ചിത്രം, ഈ രണ്ട് ചിത്രങ്ങളാണ് ഏറ്റവും മികച്ചതായി ഓടുന്നത്. ലോക ചാപ്റ്റർ 1ഉം അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വവും. ഈ രണ്ട് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് 13-ാം ദിനത്തെ വിശേഷങ്ങളുമായി കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കാം. നമുക്ക് ആദ്യം ലോകയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്ന് 200 കോടി നേടിയ ദിവസമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഇന്നും മികച്ച രീതിയിൽ തന്നെ നല്ല തിരക്കോടെ ഈവനിങ് നൈറ്റ് ഷോസിനങ്ങും ഒറ്റ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ലെവലിൽ തന്നെ പോകുന്നു. ഇന്നും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ദിവസവും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോകയുടെ 13-ാം ദിനത്തെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 1520ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും പോയി. അതായത് 2,07,000-ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ പോയത്. അതായത് 2,30,000 ടിക്കറ്റ്സെങ്കിലും ഇന്ന് നമുക്ക് ട്രാക്കിങ്ങിലൂടെ കിട്ടും. 3,34,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത്. സിനിമ 4 കോടിക്ക് മുകളിലേക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. സ്ഥിരമായിട്ട് കഴിഞ്ഞ 7-8 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 5-6 ദിവസങ്ങളിൽ സിനിമ 5 കോടിക്ക് മുകളിൽ തന്നെ പോകുന്നു. അതിൽ തന്നെ 2-3 ദിവസങ്ങളിൽ 7 കോടിയും ആ റേഞ്ചിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് സിനിമ 4 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് 52% ഓക്യുപ്പൻസി. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 70 കോടിയിലേക്ക് എത്തുകയാണ്. അതായത് ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 68 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. പ്രീസെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന് തന്നെ 70 കോടിയിലേക്ക് എത്തുന്നു. 14-ാം ദിനത്തിൽ ആണ് ഈ ഒരു സന്തോഷകരമായ ആ ഒരു അപ്ഡേറ്റ്. സിനിമയുടെ ഓവറോൾ ഓക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്ന 75%, 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ഹിന്ദിയിലും സിനിമ കുതിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഹിന്ദിയിൽ സിനിമ ചെറിയ തുടക്കമാണ് നടന്നതെങ്കിൽ പിന്നീട് ഓരോ ദിവസവും തിയേറ്ററുകൾ കൂടുന്നു. നല്ല ലെവലിലുള്ള ഒരു ഗ്രോത്ത് സിനിമയ്ക്ക് കാണുന്നു. 5 ദിനം കൊണ്ട് സിനിമ 2 കോടിയിലേക്ക് നേടി. 6-ാം ദിവസവും സിനിമയ്ക്ക് നല്ല ലെവലിൽ വർക്കിംഗ് ഡേയിൽ പോലും നല്ല ബുക്കിങ്ങും കാണാൻ കഴിയുന്നു. 325ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഹിന്ദിയിൽ തന്നെ ഉള്ളത്. സ്വിറ്റ്സർലാൻഡിലും അതേപോലെ തന്നെ ന്യൂസിലാൻഡിലുമൊക്കെ സിനിമയുടെ വിശേഷങ്ങൾ ഗംഭീരമായി പോകുന്നു. സ്വിറ്റ്സർലാൻഡിൽ സിനിമയ്ക്ക് റിലീസ് വരുന്നു. അവിടെ നല്ല ലെവലിലുള്ള ഷോകളാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. UK, ഓസ്ട്രേലിയയിലൊക്കെ മികച്ച പ്രകടനത്തോടെ തന്നെ പോകുന്നു. നല്ല ലെവലിൽ ഹോൾഡ് ചെയ്ത് തന്നെ പോകുന്നു. UAE, GCC രാജ്യങ്ങളിൽ സിനിമ 6 മില്യൺ മുകളിൽ നേടിയിരിക്കുന്നു. 6 ലാഖിന് മുകളിലുള്ള ഫുട്ഫോൾസും വന്നിരിക്കുന്നു. ജർമ്മനിയിൽ 3-ാം വാരത്തിലേക്കും സിനിമ കടക്കുകയാണ്. അവിടെ ഇതുവരെയുള്ള മലയാള സിനിമകളുടെ എല്ലാ റെക്കോർഡുകളിലും മുകളിലേക്ക് പോകാനുള്ള ഏറെ ചാൻസുകളിലേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള ഒരു ഷോ കൗണ്ടുകൾ അവിടെ ഇപ്പോഴും ഓടുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് അത്ര കാണാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് ജർമ്മനിയിൽ തമിഴും മലയാളവും സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഓടുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് ചൂസ് ചെയ്യുന്നു. ഇതുകൂടാതെ സിംഗപ്പൂരിൽ ഡിമാൻഡ് കൂടിയത് കാരണം തമിഴ് വേർഷൻ അവിടെ ഇറങ്ങുന്നു. US ഓൾറെഡി ഹിന്ദി വേർഷൻ അവിടെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ സിനിമയുടെ വിറ്റുപോയത് അല്ലെങ്കിൽ ലാസ്റ്റ് 24 അവേഴ്സിൽ വിറ്റുപോയത് 203.66K ടിക്കറ്റ്സ് എന്നുള്ളത് ഒഫീഷ്യലായി വന്നിരിക്കുന്നു. മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഒരു കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ 3-ാമത്തെ 200 കോടിയാണ്. 4-ാമത്തെ 200 കോടി എന്ന് പറയും. പക്ഷേ അത് പിടിച്ചപ്പോൾ അത് അതിൻ്റെ താഴെ ഉള്ളൂ എന്ന് കേട്ടുകൊണ്ടാണ് ആ സിനിമയെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ നമുക്ക് കാണാനുള്ളത് 2018 അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ എമ്പുരാനും തുടരും, ഈ 3 ചിത്രങ്ങളാണ് ഇതിന് മുകളിലുള്ളത്. ബാക്കി മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എടുത്ത് പറയാത്തതും അത് തന്നെയാണ്. പിടിച്ചപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടു 240 കോടി എന്നൊക്കെ പറഞ്ഞ സംഭവം പിന്നീട് അത് 145 കോടി എന്നൊക്കെ പറഞ്ഞ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ല ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് മോഹൻലാൽ നായകനായിട്ടുള്ള ആ ഒരു സിനിമയുടെ കാര്യം, ഹൃദയപൂർവ്വം. അതെ, സത്യം പറഞ്ഞാൽ ഈ സിനിമ ഹൃദയപൂർവ്വവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിനെ അത്ര വലിയ ഒരു വിജയമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ചെറിയ സിനിമ, അത്ര വലിയ മികവും കാര്യങ്ങളും അല്ലെങ്കിൽ മെച്ചവും ഒന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, ആരാധകർ സാധാരണക്കാർക്ക് കാണാനുള്ള ഒരു സിനിമ, നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. അതിലേക്ക് മോഹൻലാൽ വന്നാൽ മലയാളത്തിൻ്റെ ഏറ്റവും നല്ല നടന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നടന്മാരിൽ ഒരാൾ, അദ്ദേഹം ഇങ്ങനെയുള്ള സിമ്പിൾ വേഷങ്ങൾ വന്നാൽ അത് മലയാളിക്ക് ഉത്സവം തന്നെയാണ്, ഓണമാണ്. അപ്പോൾ 13-ാം ദിനത്തിലും സിനിമയ്ക്ക് 1000-നടുത്തുള്ള ഷോകൾ, 905ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 57,000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 90 ലക്ഷം രൂപയോളം സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ ഇന്ന് വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1,25,00,000, 1,30 ലക്ഷം രൂപയോളം ഇന്ന് വരുമെന്നുള്ളതാണ്. ഒരു വർക്കിംഗ് ഡേയിൽ, മിഡ് വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോൾ പോലും സിനിമയ്ക്ക് മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. 23% സിനിമയുടെ ഇന്നത്തെ ഒക്യുപ്പൻസി. ഇതിനോടകം തന്നെ
19 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 18,51,000 ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയതായി കാണുന്നു. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 12 ദിവസം കൊണ്ട് 62 കോടിയിലേക്ക് എത്തിയിരുന്നു. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 65 കോടിയിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഭയങ്കര സംഭവമെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സംഭവമെന്നൊന്നുമല്ല, സാധാരണ പ്രേക്ഷകന് കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ സിനിമ. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു നടന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ ഈസിനെസ് ആയിട്ട് കഴിയുന്നു. അതേപോലെ തന്നെ ഈ കഥയും കാര്യങ്ങളുമൊക്കെ അത്ര വലിയ സംഭവങ്ങളല്ല, പക്ഷേ ഓരോ മലയാളി പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിലെ കോമഡി കാര്യങ്ങൾ, ഒരുപാട് നാളുകളായി മലയാള സിനിമയ്ക്കുള്ള പോരായ്മ അത് തന്നെയാണ്, കോമഡികൾ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജഗതിയുടെ അഭാവം പൂർണ്ണമായും ഇവിടെ കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ വല്ലാണ്ട് അങ്ങ് നഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു കോമഡിക്ക് സ്കോപ്പാണ് ഇനിയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയാം. നമുക്കറിയാം, ട്രെൻഡുകൾ പലപ്പോഴായി മാറി മറിഞ്ഞു വരുമ്പോൾ നല്ല കോമഡികൾ കണ്ടിട്ട് വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്താണേലും ആ ഒരു രീതിയിലേക്ക് സിനിമ വീണ്ടും വരികയാണ്. കോമഡി വന്ന സിനിമകളെല്ലാം നമ്മൾ കണ്ടു. അത്ര മികച്ച കോമഡി ചിരിച്ച് തലകുത്തുന്നൊന്നും അല്ലെങ്കിൽ പോലും വിജയിച്ചിരുന്നു അതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമയിലെ കോമഡികളെല്ലാം തന്നെ വർക്കൗട്ടായി. അതുകൊണ്ട് തന്നെ അവർ ഹൃദയത്തിലേക്ക് കയറ്റുന്ന കാര്യവും കണ്ടു. അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതും നമ്മൾ കണ്ടു. അതുതന്നെയാണ് തിരുവോണം ആവിട്ടം ദിനങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 കോടിയോളം നേടി. അതായത് അതുവരെ ഉണ്ടായിരുന്ന സിനിമയുടെ കളക്ഷനേക്കാൾ കൂടുതലാണ് വന്നത്. ആദ്യ ദിനം ഒരു മോഹൻലാൽ ചിത്രം റിലീസായിട്ട് പോലും 3.5 കോടിയാണ് നേടിയതെങ്കിൽ തിരുവോണം ആവിട്ടം ദിനങ്ങളിൽ ഫാമിലി അത് ഏറ്റെടുത്തപ്പോൾ എന്താണ് പവർ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു. 4 കോടിക്ക് മുകളിലേക്ക് വന്നു. ഇന്നും ഒരു നല്ല സ്റ്റഡി ആയിട്ട് കളക്ഷൻ പോകുന്നു. സിനിമ 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണെങ്കിലും മലയാളത്തിന് ഈ ഒരു ഓണക്കാലം 3ഓളം ചിത്രങ്ങൾ വന്നെങ്കിൽ 2 സിനിമകളും നല്ല ലെവലിലേക്ക് എത്തുന്നു. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് 30 കോടി ബഡ്ജറ്റിൽ വന്ന ലോക എന്ന ചിത്രം 200 കോടി കടന്നിരിക്കുന്നു. അത് 300 കോടിയിലേക്കും എത്തട്ടെ എന്നുള്ള ആശംസ തന്നെയാണ്. കാരണം മലയാളത്തിന് ഇമാതിരി ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് മലയാളത്തിന് എന്നത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇത്ര ക്വാളിറ്റി വൈസ് ഒരു ചിത്രത്തെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ സിനിമയ്ക്കൊരു മാറ്റം വരട്ടെ. ക്വാളിറ്റി മുൻഗണന നൽകുക, താരങ്ങളെ മാറ്റി നിർത്തുക. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഓരോ താരങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ പലരെയും നമുക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് വരട്ടെ നല്ല സിനിമകൾ, അവരതിലേക്ക് സിങ്കായി വരട്ടെ. എന്നാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആണ് ഓണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടിയിലേക്കുള്ള കളക്ഷനുമായി വരുന്നു. ഇവിടെ ലോക ചാപ്റ്റർ 2 ഉടൻ തുടങ്ങുന്നു എന്നുള്ള ഒരു വാർത്തകൾ തന്നെയാണ് വരാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം പല റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 62 കോടിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 31 കോടി 10 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 3.10 മില്യൺ, അതായത് 27 കോടി 30 ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്ന് വന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി 30 ലക്ഷം രൂപ. ഇന്നോടെ 65-66 കോടിയിലേക്ക് എത്തുമ്പോൾ സിനിമ ഫൈനൽ റണ്ണിൽ 100 കോടി തന്നെ അടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങൾ അറിയാൻ ഉദ്ദേശിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.